നമസ്കാരം. നമ്മുടെ പഞ്ച് EVയുടെ ചാർജിങ്ങിനെ കുറിച്ചാണ്, പുതിയ ചാർജിങ് യൂണിറ്റിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. പഞ്ച് ചാർജർ ആയിട്ടില്ല, കാരണം 80 ഒക്കെ റേഞ്ച് ആയിട്ടുള്ളെങ്കിലും ഇന്ന് ചാർജിങ് എങ്ങനെയാണ് ചെയ്യുന്നത് വേണ്ടി കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ചാർജ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ വണ്ടി അൺലോക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ ചാർജ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നമ്മുടെ ഫ്രണ്ടിലെ ആ ചാർജിങ് യൂണിറ്റ് തുറക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ചാർജിങ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാൻ പോകണം. കൊടുത്തു, അവിടെ ഓണായി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, പോയിട്ട് ചാർജ് കണക്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ ചാർജിങ് സോക്കറ്റ് ഓണായി, അവിടെ ഓണായി. ഇനി ഇതിൽ 2 സോക്കറ്റുകളുണ്ട്. മുകളിലത്തെ വലുതാണ് നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യുന്ന സാധാരണ സോക്കറ്റ്. അതിന് താഴെ ഒരു ചെറിയ സോക്കറ്റ് ഉണ്ട്. അത് നമ്മൾ പുറത്തുനിന്ന് വലിയ ചാർജ് ചെയ്യുമ്പോൾ ആ ഗണ്ണ് കുത്തണമെങ്കിൽ ഇത് വലിയ ചാർജ് യൂണിറ്റ് വേണം. അപ്പം അതിനുള്ളതാണ് താഴെ. അപ്പം നമുക്ക് ആവശ്യമുള്ള മാത്രമേ തുറന്നാൽ മതി. ഇനി നമ്മൾ നമ്മുടെ ഗണ്ണ് സെലക്ട് എടുക്കുകയാണ്. ഇതാണ് നമ്മുടെ ചാർജിങ് ബോക്സ്, EV ചാർജിങ് ബോക്സ്, പുതിയ മോഡലാണ്. അപ്പം അതിൻ്റെ ഈ ഗണ്ണ് നമ്മൾ എടുത്തിട്ട് വേണം നമ്മുടെ ആ സോക്കറ്റിലേക്ക് കൊടുക്കാൻ. ഇതിൽ ഈ ഗണ്ണിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഇത് വെച്ച രീതി നമുക്ക് ശരിക്കും ഇങ്ങനെയല്ല വെക്കേണ്ടത്. അത് ശരിക്കും നമ്മളൊരു ഹാങ് ചെയ്തിടണം. അപ്പം അതിനെന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം. ഇതെടുത്ത് നമ്മൾ ഈ ഗണ്ണ് വേണം എന്ത് ചെയ്യാൻ, നമ്മുടെ ഈ സോക്കറ്റിലേക്ക് കൊടുക്കാൻ. അപ്പോൾ ഗണ്ണ് നമ്മൾ പിന്നെ പൊടിയാവാതിരിക്കാൻ കവറൊക്കെ ഉണ്ട്, ആ കവറൊക്കെ കവർ ഊരിയെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇനി അത് നമ്മുടെ സോക്കറ്റിലേക്ക് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നേരെ കൊണ്ടുപോയിട്ട് നമ്മുടെ ഈ ഓണായ മുകളിലുള്ള ഈ തുറന്നു വെച്ച സോക്കറ്റിലേക്ക് നമ്മൾ കണക്ഷൻ കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, ഇത്രയും ചെയ്താൽ കണക്ഷൻ ആയി. നമ്മൾ കണക്ഷൻ കൊടുത്തു. ഇനി നമ്മളവിടെ സ്വിച്ച് ഓൺ ആക്കുകയാണ്. നമ്മുടെ കണക്ഷൻ കൊടുത്തതിന് ശേഷം ബോക്സ് തുറന്ന്, ഈ ബോക്സ് തുറക്കുന്നതിൽ പ്രശ്നം കിട്ടും. സാധാരണ ബോക്സ് തുറക്കുമ്പോൾ തുറന്ന് വെക്കാൻ പറ്റാറുണ്ട്. പക്ഷെ ഇതിന് തുറന്ന് വെക്കാനുള്ള സൗകര്യം കൈയോട് പിടിച്ചോണ്ടിരിക്കണം. ആ പഴയ ബോക്സ് പുതിയ ബോക്സ് നമ്മൾ മാറ്റാതാണ്. നമ്മൾ സ്വിച്ച് ഓൺ ആക്കി അവിടെ പവർ ഓണായി വന്നു. ഇനി നേരെ അതിലേക്ക് അവിടെ ഒരു ശബ്ദം വന്നു, ടിക്ക് എന്നുള്ള ശബ്ദം വന്നു. അതോടെ എന്തായി, ഓണായി. ഇനി നമ്മൾ വണ്ടിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് എന്താണ് സ്ക്രീനിൽ വന്ന മാറ്റം എന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതാ സ്ക്രീനിൽ കാണുന്ന ചാർജിങ് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ കാണിക്കുന്നുണ്ട് 80% ചാർജ് കയറുന്നു. 3 മണിക്കൂർ കൊണ്ടാണ് ആ 80% 100 ആവുക. സ്ലോ ചാർജിങ് ആണ്. 3 മണിക്കൂറും 15 മിനിറ്റ് കൊണ്ട് 100% ചാർജ് ആവും. ഇതിങ്ങനെ കൃത്യമായി ഇതിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചാർജിങ് ചെയ്യുന്നത്. നമ്മുടെ ചാർജിങ് യൂണിറ്റ് നമ്മളെ മീറ്റർ വന്ന് ഇങ്ങനെ കണക്ഷൻ അവർ ഇങ്ങനെ എടുത്തിട്ട് മീറ്ററിന് താഴെ ഇവിടെ ഒരു ELCB വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനത് ഇന്റർലോക്കിന്റെ അടിയിലൂടെ കൊടുത്തിട്ടുള്ളത്. ശ്രദ്ധിക്കേണ്ടത്, ഇതിന്റെ കോസ്റ്റ് നമ്മൾ കൊടുക്കണം, അവർ കൊടുക്കില്ല. അവർ മേൽക്കൂടി ഇടേ ഉള്ളൂ, നമ്മളാണ് ആ പണി ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെ അത് നേരെ കൊടുന്ന് 3 മീറ്റർ അധികം വെച്ച് 15 + 3 വെച്ച് 18 മീറ്ററാണ് ഇവിടേക്കുള്ള ദൂരം വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ പഞ്ച് EV പുതിയ 326 2026 പുതിയ ഫേസ് ലിഫ്റ്റ് പഞ്ച് EVയുടെ പുതിയ ചാർജിങ് ബോക്സ് ആണിത്. ഇതല്ല മുന്നത്തെ വണ്ടിയുടെ ചാർജിങ് ബോക്സ്. അത് വ്യത്യാസമുണ്ട്. കാരണം മുന്നത്തെ വണ്ടിയുടെ ചാർജിങ് ബോക്സ് പറയുന്നത് ഒരു സ്ക്വയർ ടൈപ്പിലാണ്. നമ്മൾ ഷുഹൈബ് ബാഷ വീട്ടിലേറെ ഞാനൊരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, അതിൽ ചേർത്തിടും. ഇതാണ് 2026 ഓൾഡ് മോഡൽ പഞ്ച് EVയുടെ ചാർജിങ് പോയിന്റ്. ആ ബോക്സ് ഇതാണ്. അത്യാവശ്യം വലിയ ബോക്സാണ്, സ്ക്വയറിലാണ്. നല്ല കാണാനും കുറച്ച് വലുപ്പമൊക്കെ വിസ്താരമൊക്കെ തോന്നുന്നുണ്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമുക്ക് സത്യത്തിൽ ടാറ്റ ആണത് ഫ്രീ ആയി തരുന്ന സംഭവമാണ്. പക്ഷേ 15 മീറ്റർ കേബിളെ ടാറ്റ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ബാക്കി എക്സ്ട്രാ അതിന് കേബിൾ വരുന്നുണ്ടെങ്കിൽ അതിന്റെ പൈസ നമ്മൾ കൊടുക്കണം. ഒരു മീറ്ററിന് 295 രൂപ നമ്മൾ പേ ചെയ്യണം. അപ്പൊ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ മീറ്റർ മാത്രമേ എടുക്കുള്ളൂ, വേറെ ഉള്ളിൽ എടുക്കില്ല. നമ്മൾ മീറ്റർ മാത്രമേ എടുക്കുള്ളൂ. അപ്പൊ മീറ്റർ ടു നമ്മൾ പോയിന്റ് എവിടെയാണോ അതുവരെയാണ് നോക്കേണ്ടത്. അപ്പൊ അതിൽ എനിക്ക് ഏകദേശം 18 മീറ്റർ ആയി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ആ 3 മീറ്ററിന്റെ പൈസ ഞാൻ അധികം അവർക്ക് പേ ചെയ്തു. അങ്ങനെയാണ് ഞാനത് സെറ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് മീറ്റർ വന്ന് എത്ര അകലം വരുന്നുണ്ടോ അത്ര അകലമാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധയോടെ ചെയ്യേണ്ടത്. അപ്പൊ അതായിരുന്നു കുറച്ചുകൂടെ വലിപ്പം ഉണ്ടായിരുന്നു, കുറച്ച് വലിയൊരു ബോക്സ്, സ്ക്വയർ ബോക്സ് ആയിരുന്നു. ഇപ്പൊ അതിനെന്ത് ചെയ്തിട്ടുണ്ട്, ചുരുക്കി ചെറുതാക്കിയിട്ടുണ്ട്. ഈ സാധനത്തിനെ ചെറുതാക്കി ചെറിയ ബോക്സ് ആക്കി മാറ്റി. അപ്പൊ പ്രൈസ് കുറയുന്നതിനനുസരിച്ച് ചാർജ് ബോക്സിന്റെ വലിപ്പം വരെ എന്ത് ചെയ്യുന്നുണ്ട്, കുറഞ്ഞു വരുന്നുണ്ട്. അതിൽ യാതൊരു സംശയമില്ല. അങ്ങനെ ഇനി ഓരോ മറ്റു വണ്ടിയുടെ ഐറ്റംസ് കാണുമ്പോഴേ നമുക്ക് എന്താ കുറവ് മനസ്സിലാവുള്ളൂ. ഷുഹൈബ് മാഷ വീട്ടിൽ പോയി വണ്ടി ചാർജ് ചെയ്ത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായത് എന്റെ വീട്ടിലെ ചാർജർ ചെറുതാണെന്നും ഇനി ഇതിന്റെ സ്വിച്ചിൽ ഇതിലൊക്കെ എന്തെങ്കിലും മാറ്റം വന്നോന്ന് അറിയില്ല. എന്തോ നോക്കിയിട്ട് അതിന്റെ അളവൊക്കെ നോക്കിയിട്ട് ഇതേപോലെ തന്നെയാണ്. ഇതേപോലെ ഒരു സാധനം എമ്മിലുള്ളത്. ഇതൊക്കെ ഓക്കെയാണ്, ഇങ്ങനെയൊക്കെ തന്നെയാണ്, വേറെ മാറ്റം കാണുന്നില്ല. ഇനി അത് കൃത്യമായിട്ട് അതിന്റെ ഉള്ളിൽ അറിയണമെങ്കിൽ ഒരു ഇലക്ട്രീഷ്യനെ ചോദിച്ചാൽ അറിയുള്ളൂ. അപ്പോൾ വന്ന് ഫിറ്റ് ചെയ്ത ആളിനോട് പറഞ്ഞത് ഇത് ഞാൻ ആദ്യം ഫിറ്റ് ചെയ്യാണ്.
പിന്നെ വലിയ കാണാൻ ഭംഗിയുണ്ട്. ഇതൊരു ലൈറ്റ് ഉണ്ട് പുറത്ത്, അവിടെ ഒരു ലൈറ്റ് ഉണ്ട്. ഇത് നമ്മൾ സ്വിച്ച് ഓഫ് ആക്കിയാൽ ഈ ലൈറ്റ് കിടും. ഇത് ലൈറ്റാണ് EV എന്നുള്ള. രാത്രി ഇത് സ്വിച്ച് ഇട്ടാൽ ഈ ലൈറ്റ് നമുക്ക് ഓണായി കാണാം. അപ്പോൾ ഇതാണ് 5EVയുടെ ചാർജിങ് ബോക്സ്. വളരെ സിമ്പിളാണ് ചാർജ് ചെയ്യാൻ. ഇനി നമുക്ക് ചാർജ് കഴിഞ്ഞാൽ സ്വിച്ച് ഓഫ് ആക്കുന്നു. ഒരു കാര്യം കൂടെ നോക്കാനുള്ളത്, ഇനി നമ്മൾ ഈ ഗണ്ണ് പിന്നെ എടുക്കുകയാണ്. അപ്പോൾ പക്ഷേ ശ്രദ്ധിക്കണം വെച്ചാൽ ഉള്ളിൽ ബട്ടൺ ഉണ്ട്, ഗണ്ണ് തുറക്കാൻ ബട്ടൺ ഉണ്ട്. അത് തുറക്കാതെ എടുക്കാതിരിക്കുന്നതാണ് വണ്ടിക്ക് നല്ലത്. ഇനി എല്ലാം അങ്ങനെ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ആരും അഭിപ്രായം പറയാം. ഞാൻ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല. ഇതാണ് ആ ബട്ടൺ പറയുന്നത്. ഇതൊരു പ്രസ് ബട്ടൺ ആണ്. പിന്നെ ഈ അതിന് ചിഹ്നം ഉണ്ട്, നമ്മുടെ ഗണ്ണിന്റെ ചിഹ്നം, ഒരു ലോക്ക് കാണാം. ആ ബട്ടൺ അമർത്തുക, അതോടെ ഒരു സൗണ്ട് വരും. അവിടെ ചാർജിങ് അവസാനിച്ചു എന്നുള്ളതാണ്. കണക്ഷൻ ആണ്, നമ്മൾ ഊരിയിട്ടില്ല. പക്ഷെ ചാർജിങ് നിന്നു, അവിടെ കഴിഞ്ഞു. ഇത് കണക്ഷൻ വിട്ടു. ഇനി എന്ത് ചെയ്യണം, നമുക്ക് വെല്ലെ ഇങ്ങനെ കണ്ട് ഊരിയെടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മൾ വീണ്ടും പഴയതുപോലെ നമ്മുടെ ചാർജിങ് യൂണിറ്റ് ഒക്കെ ലോക്ക് ചെയ്തു. ഇത് ജസ്റ്റ് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ അടച്ചാൽ കഴിഞ്ഞു, ലോക്കായി. ഇത് ഇതേപോലെ നമ്മൾ എന്ത് ചെയ്തു, പഴയ പോലെ ഇതൊക്കെ അടച്ചു വെച്ച് കൃത്യമായിട്ട് വന്നു. ഇവിടെ സ്വിച്ച് ഓഫാക്കി, വേണമെങ്കിൽ നേരത്തെ സ്വിച്ച് ഓഫാക്കി ചെയ്യാം എന്നൊരു അഭിപ്രായം പലരും പറയുന്നുണ്ടാവും. ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട്, തിരിച്ചും ചെയ്യാം. സ്വിച്ച് ഓഫ് ആക്കിയിട്ട് പോയിട്ട് ഡിസ്കണക്ട് ചെയ്യാം. അത് കഴിഞ്ഞ് ഇത് അടച്ചു വെച്ചു, ലോക്കാക്കി. ഇനി ഇത് ഇവിടെയാണ് പ്രശ്നം വരുന്നത്. ഇത് വെക്കാനുള്ള ഒരു ഇതുപോലെ തൂക്കിയിടാൻ ഹാങ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹാങ്ങിങ്ങിൻ്റെ ഇതുണ്ടെങ്കിൽ, എന്തെങ്കിലും സിസ്റ്റം ഉണ്ടെങ്കിൽ, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ അത് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത ആൾ പറഞ്ഞു അതിനൊരു സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളതൊന്ന് അന്വേഷിച്ചോളൂ. ആമസോണിൽ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ വാങ്ങിയവരുണ്ടെങ്കിൽ എനിക്കൊരു ലിങ്കോ ഫോട്ടോ ഒന്ന് അയച്ചു തരണം. ഇപ്പോൾ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഈ സാധനം ഇവിടെ ഇങ്ങനെ വെച്ചു, ഇങ്ങനെ മടക്കി വെച്ച് ഇതിങ്ങനെ ഇതിൽ ചുറ്റി ഇങ്ങനെ വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ചു തരണം. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന വന്ന ആൾ വളരെ ഉഷാറുണ്ട്. ആൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വന്ന ആൾ, അയാളോട് ചോദിച്ചു ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പുതിയ ഒരു ഇത് കൊടുത്തിട്ട്, ഒരു DB സ്വിച്ച് കൊടുത്തിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ മാറി കൊടുക്കാൻ കാരണം, നേരിട്ട് നമ്മൾ കണക്ഷൻ കൊടുത്താൽ പോലെ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ കാരണം എന്ന് വെച്ചാൽ, നമ്മുടെ പിന്നെ ഇതിനെന്തെങ്കിലും സംഭവിച്ചാൽ, അപ്പം ഇത് ഈ മീറ്ററിൻ്റെ ഉള്ളിൽ നിന്ന് കൃത്യമായിട്ട് ഇതിനുള്ളിൽ നിന്ന് ഒരു ഏറ്റവും പവർ കുറവുള്ള, ഏറ്റവും ലോഡ് കുറവുള്ള പോയിന്റ് ഇതാണ് ഇത് എടുത്തിട്ടുള്ളത്. അപ്പോൾ അയാൾ പറഞ്ഞത് ഇതിനെന്ത് സംഭവിച്ചാലും, നമ്മൾ ഈ ചാർജറിന് എന്ത് സംഭവിച്ചാലും ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, അത് നമ്മുടെ വീട്ടിലെ കറണ്ടിനെയോ മറ്റോ ബാധിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ എല്ലാത്തിനും ഒഴിവാക്കിയിട്ട് സെപ്പറേറ്റ് എടുത്തൊരു കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. ഇത് വല്ല കത്തുകയോ സംഭവിച്ച് ചെയ്താൽ ആ ഒരു ടിപ്പ് ഓഫ് ആവുകയും ബ്രേക്കർ ഓഫ് ആവുകയും മറ്റൊരു കംപ്ലൈൻറ്റും ഇല്ലാതെ നമ്മുടെ ഈ ചാർജർ ബോക്സും ഇത് വണ്ടിൻ്റെ മാത്രമായി തീരുകയും വീടിനെ ഒരു തരത്തിലും ബാധിക്കാത്ത രീതിയിൽ ചെയ്യാനാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം ടാറ്റ നൽകിയതെന്നാണ് എന്നോട് അയാൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ 5EVയുടെ ചാർജിങ്ങിനെ കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അറിവുകൾ നിങ്ങൾ കമൻ്റായിട്ട് ചെയ്യുക. കാരണം എൻ്റെ അറിവ് പരിമിതമാണ്. ഞാൻ ചെയ്യുന്നത് ഇത് സത്യത്തിൽ ഇതിനൊന്നും ശരിക്കൊരു നമുക്കൊരു ഡെമോ അങ്ങനെ ചെയ്യുന്നില്ല. ടാറ്റ അങ്ങനെ ഒരു ഡെമോ ഇട്ടും ചെയ്യുന്നില്ല. ജസ്റ്റ് അവർ കുത്തുന്ന സ്ഥലം പറഞ്ഞിരുന്നു, ഇങ്ങനെയാണ് ചെയ്യാൻ പറഞ്ഞു. ഫിറ്റ് ചെയ്ത ആൾ വന്നിട്ട് എന്ത് ചെയ്തു, അത് ചെയ്യാനുള്ളത് പറഞ്ഞു. അല്ലാതെ അതിൻ്റെ കൃത്യമായിട്ട് അതിൻ്റെ പ്രശ്നങ്ങളോ ഒന്നും പറഞ്ഞില്ല. മഴവെള്ളം കൊള്ളണ്ടെന്ന് പറഞ്ഞു. ഇനി അതും എനിക്ക് സംശയമാണ്. കാരണം പല സ്ഥലത്ത് ചെല്ലുമ്പോഴും മഴവെള്ളത്തിനുള്ള ഇതൊന്നും പല പുറത്തുള്ളിലൊന്നും അങ്ങനെ കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് മഴ കൊള്ളാൻ പറ്റായിരിക്കാം. പക്ഷേ ഇലക്ട്രിക് ഉപകരണം ആയതുകൊണ്ട് മഴ കൊള്ളാതിരിക്കുന്നത് നല്ലത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അത് മഴ കൊള്ളാത്ത രീതിയിൽ തന്നെ സെറ്റ് ചെയ്തത്. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഇത് സത്യത്തിൽ പുതിയ വണ്ടി എടുക്കുന്ന ആളോട് പറയാനുള്ളത്, പുതിയ 5 ബുക്ക് ചെയ്യുന്ന ആളോട് പറയാനുള്ളത്, ഇത് നമുക്ക് ടാറ്റയാണ് നമുക്കിത് ചെയ്തു തരുന്നത്. ഏത് നമ്മുടെ ഈ പിന്നെ ബോക്സ് സെറ്റ് ചെയ്ത്, നമ്മുടെ ഈ ചാർജർ ബോക്സ് സെറ്റ് ചെയ്തിരുന്നത് ടാറ്റയാണ്. അവരുടെ അതോറിറ്റി ഒന്ന് ചെയ്തു തരുന്നത്. അപ്പോൾ നിങ്ങൾ വണ്ടി ബുക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ പേരിൽ ബില്ലായി കഴിഞ്ഞാൽ വണ്ടി ഇറങ്ങാൻ വെയിറ്റ് ചെയ്യേണ്ട. കാരണം അവർക്ക് നല്ല തിരക്കാണ്. അവർ MGയുടെ അവരാ ചെയ്യുന്ന പറയുന്നത്. അപ്പോൾ അവർ നല്ല തിരക്കാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, വണ്ടി ഇറങ്ങി നിങ്ങളുടെ പേര് വണ്ടി ബില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഷോറൂമിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക്, ഞാനങ്ങനെ ചെയ്തു അതാ പറയാൻ കാരണം, നിങ്ങൾക്ക് അവിടെ പോയിട്ട് ആ ബോക്സ് പിന്നെ ശേഖരിച്ച് വീട്ടിൽ കൊടുത്ത് വെക്കുക. അത് നമ്പർ കോൺടാക്ട് ചെയ്യുക. അവർ നിങ്ങൾ വിളിക്കും, അല്ലെങ്കിൽ നിങ്ങളാണ് കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് അവരോട് പറയാം എനിക്കിത് സെറ്റ് ചെയ്ത് വെക്കണമെന്ന് പറയാം. നേരത്തെ ചെയ്യാം. കാരണം വെച്ചാൽ ചില ഷുഹൈബ് മാഷൊക്കെ പറഞ്ഞു വെച്ചാൽ വണ്ടി എടുത്ത് ചിലപ്പോൾ 2-3 ദിവസം വൈകാറുണ്ട് അവർ വരാൻ. അവർ തിരക്കൊണ്ടാണ് വരാൻ വൈകുന്നുണ്ട്. അപ്പോൾ അത്രയും ബുക്കിങ്ങുള്ള വണ്ടിയല്ലേ ടാറ്റ 5 പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വണ്ടി ബില്ലായി കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒക്കെ റെഡി ആയി, ബില്ലൊക്കെ റെഡി ആയി നിങ്ങളുടെ പേരിലായി ബില്ല് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ പാക്കറ്റ് എടുത്തിട്ട്, അതൊരു വേറെ സെപ്പറേറ്റ് ബോക്സാണ്, ആ ബോക്സ് എടുത്തിട്ട് കൊണ്ടുവരിക. നിങ്ങളുടെ വീട്ടിൽ അത് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. അത് വണ്ടി കൊണ്ടുവന്ന് അന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ചാർജ് ചെയ്യാനുള്ള നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഡിലേ വരാതെ സൂക്ഷിക്കുക. ഇതാണ് ഈ ബാറ്ററി ചാർജിനെ, ഈ ചാർജിനെ കുറിച്ചിട്ട് അഭിപ്രായം. നിങ്ങൾക്ക്
നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നോട് തിരുത്താനുള്ള കാര്യങ്ങൾ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പല വീഡിയോയും കാണാറുണ്ട്. ആ അനുഭവം വെച്ചിട്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് നല്ലതായിട്ട് അറിയുന്ന എക്സ്പീരിയൻസ് ഉള്ള ഇത് മുന്നേ നേരത്തെ ഉപയോഗിക്കുന്ന ആളുകൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പറയുക. ഈ വീഡിയോ ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. ബാക്കി പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.